മണിക്കൂർ. അതെ, വെറും 24 കൊണ്ട് ഒരു വംശം തന്നെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കാലത്ത് ഭൂമിയുടെ അധികാരികളായിരുന്ന ഒരു ജീവിവർഗം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇല്ലാതായി. ഇന്ന് നമ്മൾ ആ ദിവസത്തെ പുനർനിർമ്മിക്കാൻ പോവുകയാണ്, ഓരോ നിമിഷവും കൃത്യമായിട്ട്. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഒരു സാധാരണ ദിവസം ഡൈനോസറുകൾ അവരുടെ പതിവ് ജീവിതം നയിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അവരുടെ ലോകം അവസാനിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ എന്ന്. അതെ, ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ സൗരയൂഥത്തിന്റെ അനന്തതയിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു അതിഥി ഉണ്ടായിരുന്നു. മണിക്കൂറിൽ 70,000 കിലോമീറ്ററിലധികം വേഗതയും ഏകദേശം 12 കിലോമീറ്ററോളം വ്യാസം, അതായത് നമ്മുടെ മൗണ്ട് എവറസ്റ്റിനെ കാട്ടിയും വലിപ്പവുമുള്ള ഒരു പാറക്കല്ല്. ആ പാറക്കല്ലിന്റെ പേരാണ് ചിക്സ്ലൂബ് ആസ്ട്രോയിഡ്. ഓരോ സെക്കൻഡിലും അത് ഭൂമിയിലേക്ക് പാഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊന്നും ഭൂമിയിലെ ജീവജാലങ്ങൾ അറിഞ്ഞിരുന്നേയില്ല. പിന്നീട് ആ നിമിഷം ഇങ്ങെത്തി. ചിക്സ്ലൂബ് ആസ്ട്രോയിഡ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. ആകാശം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ പ്രകാശിച്ചു. സൂര്യനേക്കാൾ പ്രകാശമുള്ള ആ അഗ്നിഗോളം ഭൂമിയുടെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു. ഒരുപക്ഷെ നമ്മൾ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ശബ്ദം ചെവിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊടിഞ്ഞു പോയിട്ടുണ്ടാകും. അതിന്റെ വെളിച്ചം ആകാശത്തെ മുഴുവൻ വിഴുങ്ങി. അല്പസമയത്തിന് ശേഷം ഇന്നത്തെ മെക്സിക്കോയിലെ യുഗത്താൻ ഉപദ്വീപിൽ അത് പതിച്ചു. അതിന്റെ ആഘാതം മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തത്തെക്കാൾ വളരെയധികം ശക്തമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹിരോഷിമയിൽ ഇട്ട ബോംബിന്റെ 1000 കോടി മടങ്ങ് ശക്തി ഉണ്ടായിരുന്നു ഇതിന്. ആഘാത സ്ഥലത്തെ താപനില സൂര്യന്റെ ഉപരിതലത്തിലെ താപനിലയെക്കാട്ടിയും വളരെയധികം കൂടുതലായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആസ്ട്രോയിഡിന്റെ തീവ്രത എന്തുമാത്രമാണ്. പാറകളൊക്കെ ഉരുകിയാണ് പോയത്. ഏകദേശം 180 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭീമൻ ഗർത്തം അവിടെ രൂപപ്പെട്ടു. കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് ഏകദേശം 140 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ തീവ്രത എന്തുമാത്രം ഉണ്ടെന്ന്. ആഘാത കേന്ദ്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ജീവികളും നിമിഷങ്ങൾ കൊണ്ട് തന്നെ പൊടിഞ്ഞുപോയി. പക്ഷെ ദുരന്തം അവിടെ അവസാനിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ദുരന്തം അവിടെ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിലൂടെ ഭീമൻ ഷോക്ക് വേവുകൾ പാഞ്ഞെത്തി. പർവ്വതങ്ങളൊക്കെ തകർന്നു വീണു. കടലിലേക്ക് ആഘാതത്തിന്റെ ശക്തി പടർന്നപ്പോൾ 100 കണക്കിന് മീറ്റർ ഉയരമുള്ള സുനാമി രൂപപ്പെട്ടു. അത് കണ്ണി കണ്ട എല്ലാത്തിനെയും അടിച്ചെടുത്തോണ്ട് പോയി. പക്ഷേ ഏറ്റവും വലിയ ഭീകരത ഇനിയും വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആഘാതത്തിൽ നിന്ന് ഉയർന്ന കല്ലുകളും ഉരുകിയ പാറകഷ്ണങ്ങളും പൊടിപടലങ്ങളും എല്ലാം ഒരു ഉൽക്ക പോലെ തന്നെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വന്ന് പതിക്കാൻ തുടങ്ങി. ആദ്യത്തെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജീവികൾ ഈ അഗ്നി നഗരത്തിൽ അകപ്പെട്ടുപോയി. ഭൂമിയുടെ ശരാശരി താപനില കുത്തനെ കുറഞ്ഞു. ചെടികൾക്കൊന്നും ഫോട്ടോസിന്തസിസ് നടത്താനാവാതെ അത് മൊത്തം ഇല്ലാതായി. കാടുകളൊക്കെ മരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സസ്യഭുക്കുകളായ ഡൈനോസറുകൾക്ക് ഭക്ഷണം കിട്ടാതെയായി. ഈ സസ്യഭുക്കുകളായ ഡൈനോസറുകളെ തിന്ന് ജീവിച്ചിരുന്ന മാംസഭുക്കുകളായ ഡൈനോസറുകൾക്ക് ഇരകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ അവരും വിശപ്പിന്റെ ഇരയായി. ലക്ഷക്കണക്കിന് വർഷം നിലനിന്നിരുന്ന ഭക്ഷ്യശൃംഖല പെട്ടെന്നില്ലാതായി. ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഭൂരിഭാഗം ജീവികളും പരാജയപ്പെട്ടു. ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തെങ്കിലും ഭൂരിഭാഗം ഡൈനോസറുകളും അപ്രത്യക്ഷമായി. അവസാനം ഭൂമിയിലെ 75% ജീവികളും ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. 150 ദശലക്ഷം വർഷത്തിലേറെ ഈ ഭൂമിയെ ഭരിച്ചിരുന്ന ഡൈനോസറുകളുടെ യുഗം അവിടെ അവസാനിച്ചു. എന്നാൽ പ്രകൃതി എല്ലാ വാതിലുകളും അങ്ങ് അടച്ചിട്ടില്ല. അന്ന് ജീവിച്ച ചില ഡൈനോസറുകളാണ് നമ്മൾ ഇന്ന് പക്ഷികൾ എന്ന് വിളിക്കുന്നത്. അവ ചെറുതായിരുന്നു. അവയ്ക്ക് കുറച്ച് ഭക്ഷണം മതിയായിരുന്നു. അവയ്ക്ക് ഒളിച്ചിരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവിടെ വലിപ്പമൊന്നുമല്ലായിരുന്നു പ്രാധാന്യം. കേവലം ഒളിച്ചിരിക്കാനുള്ള കഴിവും കുറച്ച് ഭക്ഷണം മതി എന്നതും കൊണ്ടാണ്. ഡൈനോസറുകൾ അവസാനിച്ച ആ ദിവസം
പുതിയൊരു ലോകത്തിന്റെ തുടക്കമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സസ്തനികളൊന്നും ഇവിടെ ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ നമ്മളും ഇവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. ഡൈനോസറുകളുടെ അവസാനം യഥാർത്ഥത്തിൽ അവരുടെ സമ്പൂർണ്ണ അവസാനമായിരുന്നില്ല. ഇനി നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു കുരുവിയോ അല്ലെങ്കിൽ ആകാശത്തോടെ ഒരു പറവയോ പറന്നു പോകുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ മാറ്റിമറിച്ച ഒരു ദുരന്തത്തിൽ അതിജീവിച്ച ഒരു വംശത്തിന്റെ ജീവനുള്ള ഓർമ്മയാണത്. ഡൈനോസറുകളുടെ ആ അവസാന ദിവസം. പക്ഷെ അത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഭൂമിക്ക് തന്നെ ഒരു റീസെറ്റ് ബട്ടൺ അമർത്തിയതുപോലെ. കൂടുതൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ആസ് ഓൾവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.